ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തോട്ട്സ് ആൻഡ് വൈബ്സ്. ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ അവസാനത്തെ റെസിപ്പി വീഡിയോ ആണ്. ഇന്ന് 22ാമത്തെ റെസിപ്പിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തത് നല്ല മധുരമുള്ള പഴനുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടല്ലേ? എല്ലാവരും അത് കണ്ടായിരുന്നോ? കണ്ടിട്ടില്ലാത്തവരതൊന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ ഓണം സീരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓണം സീരീസ് പോലെ തന്നെ ഞാൻ വിഷുവിനും ഇതുപോലെ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓണം സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് സദ്യയുടെ ഐറ്റംസ് ഞാൻ വിഷു സീരീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. നമ്മൾ ഓണം സീരീസ് തുടങ്ങിയതൊരു മധുരമുള്ള നല്ല പഴനുറുക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടല്ലേ? ആ മധുരമൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ല എരിവും പുളിയും എല്ലാം ചേർന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഓണം സീരീസിൻ്റെ അവസാനത്തെ റെസിപ്പി വീഡിയോ ആയിട്ട്. നമ്മൾ ഇന്ന് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മുടെ കറിനാരങ്ങയും കൊണ്ടാണ്. ഇതിനിവിടെ കറിനാരങ്ങയെന്നും വടുകപ്പുളിയെന്നും എല്ലാം പറയുവേ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ ഒട്ടും തന്നെ കയ്പില്ലാത്തതാട്ടോ. ചില നാരങ്ങയ്ക്ക് നന്നായിട്ട് കയ്പ്പ് കാണും. അങ്ങനെ കയ്പ്പുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുത്താൽ മതിയാകുമേ. നമ്മളിതിപ്പം പുഴുങ്ങിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചതിനകത്തെല്ലാം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. നമ്മുടെ നാരങ്ങായിലെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വെക്കുന്നത്. ഒരുപാട് സമയം വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമ്മൾ അച്ചാറിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് പച്ചമുളക് എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മുടെ അച്ചാറിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എല്ലാം നമ്മൾ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാറിലേക്ക് ആ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് ശർക്കര മതിയാവും. ഇനി നല്ല ചൂട് കട്ടിയുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാറിന് എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് നല്ലെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ്. പിന്നെ അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് നടുവേ കീറിയതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ 1-2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം മൂത്ത് വരണേ. എത്രത്തോളം ഫ്രൈ ആയി കിട്ടുന്നോ അത്രത്തോളം നമ്മുടെ കറിനാരങ്ങ അച്ചാറിന് ടേസ്റ്റ് കൂടുവേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം കായത്തിൻ്റെ കട്ടയാണ്. നമ്മളിവിടെ കായത്തിൻ്റെ പൊടിയല്ല, കായത്തിൻ്റെ കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട ആയതുകൊണ്ട് തന്നെ നമുക്കത് മൂപ്പിച്ചെടുക്കാൻ ഇക്കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ പൊടിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കായം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, സാധാ നോർമൽ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർക്കാവുന്ന കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലിടാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കറിയെല്ലാം നല്ല കുറുകിയിരിക്കുന്ന രീതിയിലുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ. കൂടെ തന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്മി മാറ്റി വെച്ച നമ്മുടെ വടുകപ്പുളി നാരങ്ങയുടെ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മുടെ നാരങ്ങയുടെ പീസസിലേക്ക് ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് കുക്കായി കിട്ടാനായിട്ട് കുറച്ച് സമയം അതൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ അതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമില്ല, 1 ടീസ്പൂണോളം മതിയാകും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ കറിനാരങ്ങ അച്ചാർ ഇവിടെ റെഡിയാകുവേ. എല്ലാ സദ്യക്കും കറിനാരങ്ങ അച്ചാർ സ്പെഷ്യലാണല്ലേ. അപ്പോൾ ഈ വട്ടത്തെ ഓണസദ്യക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് കറിനാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ഓണം സീരീസ് ഇവിടെ പൂർത്തിയാകുവാണ്. ഓണം സീരീസിലെ ബാക്കി എല്ലാ വീഡിയോസും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ.
ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കല്ലേ. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വർഷത്തെ ഓണം എല്ലാവർക്കും സന്തോഷവും സമാധാനം നിറഞ്ഞൊരു ഓണം ആവാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയും നമുക്ക് രുചികരമായ ഒരുപാട് റെസിപ്പി വീഡിയോസ് ആയിട്ട് കാണാവേ. അതുവരേക്കും ബൈ.